നേടാം ഒരു കേന്ദ്ര സർക്കാർ ജോലി. വിശ്വസിച്ച് പഠിക്കാം ലസാഗു ആപ്പിലൂടെ. പാട്ടിന്റെ തൂവൽ സ്പർശം പകരാനെത്തുന്നു നമ്മുടെ സ്വന്തം കുഞ്ഞച്ചൻ. വെൽക്കം ബേവൻ ഓൺ സ്റ്റേജ്. അപ്പൊ കുഞ്ഞച്ച ഏത് പാട്ടാണ്? നീലപ്പൊന്മാനെ ഉണ്ട് നീലപ്പൊന്മാൻ. ആഹാ വെരി ഗുഡ് സോങ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നീലപ്പൊന്മാനാണോ? നീലപ്പൊന്മാനെ അത് ഫീമെയിൽ സോങ് അല്ലേ? അല്ല, ഫീമെയിലും മെയിലും ഉണ്ട്. രണ്ടും കൂടെ ചേർത്ത് പാടാൻ പോവും അല്ലേ? പിന്നെ എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കും സാറേ. അതറിയാം, സുഖമാണെന്നറിയാം. അല്ല, കോട്ടയത്തുള്ളവർക്ക് എങ്ങനെയുണ്ട്? ഞാൻ അന്ന് ചോദിച്ച എനിക്കൊന്നും മനസ്സിലാവുന്നു. കോട്ടയത്തുള്ള എല്ലാവർക്കും കോട്ടയത്തുള്ള മറ്റേ മറ്റേ സിസിലിയോ എന്തോ പറഞ്ഞില്ല? സിസിലിയോ എന്തോ ഒരു പേര് പറഞ്ഞില്ലേ? പ്രിൻസിയോ ആരാ? ജുവൽ അല്ലേ? ജുവൽ ജോലി സുഖമായിട്ടിരിക്കുന്നു. ആണോ സാറേ? ആ സാറേ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? എന്താ പറയാ, അങ്ങനെ അല്ല, ചുമ്മാ വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യൂ. ഹായ് സുഖല്ലേടാ ആ. എന്നെ എടുക്കുന്നു. ആ, അവൻ പറയും പാട്ട് നന്നായിട്ടുണ്ട്. അവനല്ല അവള്. അവളല്ല അവൻ. ജുവൽ മേരി എന്നല്ലേ പേര്? അല്ല, ജുവൽ ജുവൽ അങ്ങനെയാണോ? ജുവൽ ജോ ജോസഫ്. ഓ ആണാണോ? അത് ശരി. എനിക്ക് ഇവിടെ എനിക്ക് അതല്ലേ ഏത് പാട്ടാ ഇത് പാടുന്നത്? അത് ഏത് പാട്ടാ? നീലപ്പൊന്മാനെ നീലപ്പൊന്മാൻ. ആ പാട്. താല്പര്യം പോയി, എല്ലാം പോയി. നീ പാടുന്നേ പാട്, ഇല്ലെങ്കിൽ പോ. നോക്കെന്താണ്? എടാ പാടിക്കോടാ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നല്ലോണം പാടണം കേട്ടോ.
ബെവൻ, സാർ നല്ല സെലക്ഷൻ. കാരണം സലിതയുടെ നെല്ല് അല്ലേ, നെല്ലെന്നുള്ള ചിത്രമല്ലേ, നെല്ല് നെല്ലെന്നുള്ള ചിത്രം ഞാനൊരു 5-6 പ്രാവശ്യമെങ്കിലും കണ്ടു കാണും തിയേറ്ററിൽ. എത്ര രസമായിരുന്നു അന്ന്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറിയിട്ട് കളർ വരുന്ന സമയമാണ്. എത്ര മനോഹരമായിട്ടാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. കാടും അരുവിയും അതിൻ്റെ കൂട്ടത്തിൽ ഈ പാട്ടും കൂടെ വരുമ്പോൾ ശരിക്കും എന്താ ഒരു മുളങ്കാട്ടിൽ നിന്ന് നമ്മൾ കേൾക്കുന്നൊരു ഫീലാണ്. ബെവൻ കോൺഫിഡൻ്റ് ആയിട്ട് പാടുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇന്ന് ആ ഒരു ഭാഗം തെറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ബെവൻ്റെ കോൺഫിഡൻസ് പോയോ എന്നെനിക്കൊരു സംശയം തോന്നി. അതിനുശേഷം ഒരു ആട്ടം ഉണ്ടായിരുന്നു, ബെവൻ്റെ മുഖത്ത് തന്നെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും വരണ്ട മോനെ. മോൻ ചിലപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് വരാത്ത ഒരു ഇതിനകത്ത് മോൻ പകരക്കാരനായിട്ട് വന്നതായിരിക്കും. ഈ തെറ്റിപ്പോയതുകൊണ്ട് മോൻ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും കോൺഫിഡൻസ് പോവരുത്, അവിടാണ് ബെവൻ നിൽക്കേണ്ടത്. അതുപോലെ തന്നെ പല്ലവി ഒന്ന് പാടിക്കും മോനെ. നീലപ്പൊന്മാനേ പൊന്മാനേ നീലപ്പൊന്മാനേ പൊന്മാനേ പൊന്മാനേ എന്റെ നീലപ്പൊന്മാനേ വെള്ളി വെയിലു നെയ്ത പുടവ വേണു പുളിയില കര പുടവ വേണു വേണോ വേണു ചോല പൊന്മാ പുളിയില കര പുടവ വേണു ചോല പൊന്മാ. അതൊക്കെ ഭംഗിയായിരുന്നു കേട്ടോ. ചില എക്സ്പ്രഷൻസ് ഒക്കെ സൂപ്പറായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് മോന് പഠിക്കാൻ അത്രയും ഒരു എന്താ മനസ്സിലോട്ട് കയറിയില്ല. അതിന് മുമ്പ് വന്ന് പാടിയ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. കാരണം സാധാരണ ബെവൻ വരുമ്പം എന്താണ് ഇന്നാടാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പോവും. അപ്പോൾ ഇന്ന് മോനൊരു അത്ര ഒരു സ്റ്റഡി ആയിട്ട് വന്നില്ല. സാരമില്ല, കുഴപ്പമില്ല. കാരണം പല്ലവിയിൽ കുറച്ച് പ്രശ്നമുണ്ട്, അനുപല്ലവിയിൽ ശ്രുതിയുടെ കുറച്ച് പ്രശ്നം വന്നു. അപ്പം ഇതങ്ങ് വിട്ടേക്ക്, മോൻ മറന്നേക്കുക. കാരണം ഒരിക്കലും ഇനി പാടുമ്പോഴും തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതിനകത്ത് നിന്ന് പിടിച്ചെടുത്ത് അങ്ങ് പോകണം. അതായത് ഞാൻ വിജയിക്കും, മനസ്സിലായോ, ഐ വിൽ വിൻ എന്ന ഉള്ള ഒരു മനസ്സിൽ ഒരു ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോൻ ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഗോൾഡൻ ക്രൗൺ 30-ൽ 30 മാർക്കും വായിച്ച ആളാണ്. പിന്നെ ആരാ ബെവൻ? അയ്യോ, ആരാ? ഓൾ ദ ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. ബെവൻ മോൻ, സാർ മോൻ ഇന്ന് പാടുമ്പോൾ മോന് എന്തോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഇന്ന് അത് ഞാൻ പഠിക്കാൻ കുറച്ച് സമയം കിട്ടിയുള്ളൂ. അപ്പം പാട്ട് പഠിക്കാൻ നന്നായിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. നന്നായിട്ട് പാട്ട് പഠിച്ചില്ല. അത് ലിറിക്സ് മോൻ ഇവിടെ വിഷമിക്കേ വേണ്ട, അത് ഓർത്തിട്ട് ടെൻഷൻ എടുക്കണ്ട. നമുക്ക് പരമാവധി ലിറിക്സ് എല്ലാം കറക്റ്റായിട്ട് കിട്ടി പാടണം, പാടി കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ പാട്ട് ലിറിക്സ് തെറ്റിപ്പോയിട്ട് പാട്ട് നിർത്തിപ്പോകരുത്. ഇപ്പോൾ അനുപല്ലവിയുടെ ഒരു ലൈൻ കിട്ടുന്നില്ലെങ്കിൽ അത് ചരണത്തുനിന്ന് എടുത്തൊന്ന് പാടി അങ്ങ് വിട്ടേക്കണം. അല്ലാണ്ട് അവിടെ ബ്ലാങ്ക് ആയിട്ട് വിട്ട് അയ്യോ എന്തായിരുന്നാവോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് പിന്നെ അത് നിന്നുപോയി, പിന്നെ ഒരു ചാൻസും കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മൊത്തം കൈവിട്ടു പോകും. പിന്നെ എനിക്ക് ഒരു മോൻ്റെ സൈഡിൽ നിന്ന് ഒരിക്കലും വരാത്തൊരു പ്രശ്നം എനിക്കിന്ന് തോന്നിയത്, മോൻ ട്യൂൺ പഠിച്ചതിലും പൂർണ്ണമായിട്ട് ട്യൂൺ മോന് കിട്ടിയിട്ടില്ല. മറ്റേ ചോലപ്പൊന്മാനെ വരുന്നില്ലേ, അതൊന്ന് പാടി വരുമോ? നീലപ്പൊന്മാനേ എന്റെ നീലപ്പൊന്മാനേ വെള്ളി വെയിലു നെയ്ത പുടവ വേണു പുളിയില കര പുടവ വേണു ചോല വേണോ ചോല താരി, അങ്ങനെ കണക്ഷൻ ഇല്ലേ? അപ്പോൾ ആ ഒരു കണക്ഷൻ ബെവനെ സംബന്ധിച്ച് നമ്മൾ മറന്നുപോയാലും ബെവൻ മറക്കില്ല എന്നുള്ളൊരു രീതിയിലാണ് ബെവൻ ഇത്രയും നാൾ വന്നത്. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇത്രയും പോപ്പുലറും ക്ലാസിക് ആയിട്ടൊരു പാട്ടായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കണക്ഷനാണ്. അപ്പം എനിക്ക് തോന്നുന്നു മോൻ അവിടെ എത്തുമ്പം ശ്വാസം തീർന്നു പോകുന്നു. അപ്പോൾ തീർന്നു പോയിട്ട് പിന്നെ ഫ്രഷായിട്ട് ചോല എടുക്കുന്ന സമയത്ത് ആ കണക്ഷൻ വിട്ടു പോകുന്നു. ആ കണക്ഷനിലൊരു ട്യൂണുണ്ട്, എന്ന് പാടുന്നത്. അപ്പോൾ മോൻ അടുത്ത പ്രാവശ്യം കുറച്ചും കൂടിയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വരവ് വരണം കേട്ടോ. ഇതുമാതിരി ഇങ്ങനെ പേടിച്ചുകൊണ്ട് വരരുത്. ഈ പേടിച്ചുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഉള്ളതും കൂടെ പോകും. മോനിപ്പോൾ നല്ല നേരത്തെ MG പറഞ്ഞില്ലേ 10 out of 10 3 ജഡ്ജസിൻ്റെ അടുത്ത് മേടിച്ചിരിക്കുകയല്ലേ. അപ്സ് ആൻഡ് ഡൗൺ എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ മോൻ ഇന്നൊരു ഡൗൺ വന്നു. പക്ഷേ ഈ ഡൗൺ കൊണ്ട് ഡിപ്രഷനിലൊന്നും പോവാതെ അടിച്ചു പൊളിച്ച് അടുത്ത പ്രാവശ്യം വരിക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ബെവൻകുട്ടൻ എനിക്ക് തോന്നുന്നത് ദൃഷ്ടിദോഷമാണെന്ന് തോന്നുന്നു. എനിക്ക് വളരെ ചുരുക്കം ചില കണ്ടസ്റ്റൻസ് ഇവിടെ വന്ന് പാടുമ്പോൾ നമ്മളിങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കും. ഇവർ പറഞ്ഞതൊക്കെ കറക്റ്റായിരിക്കും. നമ്മൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർമ്മയില്ലെങ്കിൽ തന്നെ അവരത് കറക്റ്റായിട്ട് പാടി, അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ശരിക്കും പറഞ്ഞ ബെവൻ. ഞങ്ങൾ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ഇന്ന് പക്ഷേ ആ പേടിച്ചപ്പോൾ ആ ഒരു ലൈൻ വിട്ടുപോയി, പിന്നെ മുഖവും മാറി, പിന്നെ
ഒരു പ്ലസൻ്റായിട്ട് പാടേണ്ട പാട്ട് ഒരു സാഡ് സോങ് ആയി മാറിപ്പോയി. പിന്നെ മുഖത്ത് മുഴുവൻ ഒരു പരിഭ്രമത്തിൻ്റെ രീതിയിലാണ് പിന്നെ മോനെ ഈ പാട്ട് മുഴുവനാക്കിയത്. പക്ഷെ അങ്ങനെ പറ്റിപ്പോയല്ലോ എന്നുള്ളൊരു ഭാവം മോൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ മാർക്ക് കുറഞ്ഞു പോവോ അങ്ങനെയൊക്കെ ചിന്തിച്ചു ആ സമയത്ത് തന്നെ. അത് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ലിറിക്സ് ഒന്ന് തെറ്റിപ്പോയെന്ന് വെച്ചപ്പോൾ ദീപു അങ്കിൾ പറഞ്ഞില്ലേ, ലിറിക്സ് തെറ്റിപ്പോയെന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ മറന്നുപോയെന്ന് വെച്ചിട്ട് വലിയൊരു പ്രശ്നമായിട്ട് കാണണ്ട. എന്നാലും മാക്സിമം അത് കറക്റ്റായിട്ട് പാടാൻ ശ്രമിക്കുക. എത്ര നേരം കിട്ടി ഈ പാട്ട് പഠിക്കാൻ? ഞാൻ ഇന്നലെ രാത്രി തൊട്ടാ പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇത്ര നന്നായിട്ട് പാടിയില്ലേ? ഞങ്ങൾക്കൊക്കെ വളരെ പ്രശ്നമായി. തലേ ദിവസം രാത്രിയൊക്കെ പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ പണിയാ, പ്രോഗ്രാമിനൊക്കെ പ്രത്യേകിച്ച്. റെക്കോർഡിങ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇതൊരു മത്സരമാണല്ലോ, അപ്പോൾ ഒന്നും കൂടി ടെൻഷനാവും. എനിക്കൊക്കെയാണ് ആദ്യത്തെ ഒരു വരി മാത്രം പാടുന്നത്. 3 ദിവസത്തിന് മുമ്പ് തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നീലപ്പൊന്മാനി, പിന്നെ എൻ്റെ നീലപ്പൊന്മാനി ഇല്ലേ, ചിലപ്പോൾ അതും കൂടെ ഞാൻ പാടും, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം വിട്ടു. അപ്പോൾ എന്തായാലും തലേ ദിവസം രാത്രി, ഇന്നലെ രാത്രി ഈ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ ഇത്രയും നന്നായിട്ട് പാടി. അതിന് പ്രത്യേകം ഒരു വലിയ കയ്യടി. താങ്ക് യു സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. മോനെ, ഇത് 1974 ഇറങ്ങിയ പാട്ടാണ്. മക്കൾ ഇന്നലെ രാത്രിയാണത് പഠിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു പാടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ട് കേട്ടിട്ടില്ല എന്ന്. അപ്പോൾ ഇത്ര സമയം കൊണ്ട് ഇപ്പം മധു അങ്കിൾ പറഞ്ഞതുപോലെ ഇന്ന് ഈ സമയമായപ്പോഴത്തേക്കും ഇത്ര ഗംഭീരമായിട്ട് പഠിച്ചു പാടിയില്ലേ, അത് തന്നെ വലിയൊരു കാര്യമാണ്. അതിന് തന്നെ ആദ്യത്തെ കൈയടി എല്ലാവരും പറഞ്ഞതുപോലെ തരുന്നു. താങ്ക് യു മാം. പിന്നെ ഇതൊന്നും സാരിയില്ല കേട്ടോ മോനെ, ഇതൊക്കെ ഒരു കോമ്പറ്റീഷൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. മോൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഓടിക്കളിച്ച് നടക്കുന്ന സമയത്താണ് മോൻ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അതിന് 100% ഡെഡിക്കേറ്റഡ് ആയിട്ട് പൂർണ്ണമായിട്ടും അതിനുവേണ്ടി സമയം ചെലവഴിച്ച് പഠിക്കുന്നത്. അത്രയും മിടുക്കനാണ് മോൻ. നെക്സ്റ്റ് ടൈം കുറച്ചും കൂടെ സമയമെടുത്ത് അതിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോന് ഇതേപോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റും കേട്ടോ. യു ആർ എ വെരി ഗുഡ് പെർഫോമർ. നല്ലൊരു മോനുമാണ്, ഒരു ചക്കര മോൻ. താങ്ക് യു മാം. കേട്ടോ, ഡോണ്ട് വെറി അറ്റ് ഓൾ, കീപ് സ്മൈലിംഗ് ഓൾവേസ്, ചിരിച്ചുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ടൈം നമ്മൾ തകർക്കും അല്ലേ മീനുട്ടി? പിന്നല്ല, കോട്ടയം കുഞ്ഞച്ചനാണ് നിൽക്കുന്നത്. കുഞ്ഞച്ചനോടാ കളി അല്ലേ മക്കളെ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ബേവൻകുട്ടാ, സാർ. ഡോൺ വറി മുസ്തഫ, ഇതങ്ങ് വിട്ടേക്കുക. അടുത്തതിൽ നല്ല ജങ്കാറായിട്ട് വരിക. ഓക്കെ, 7.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. ഡെവൻ, സാർ. 7.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. അങ്കിള് മോന് തരുന്നു 7.25 ഔട്ട് ഓഫ് 10. താങ്ക് യു സാർ. സോ 21.75. total marks is 21.75 out of 30. 21.75 കിട്ടിയ ബെവന് ഇന്ന് കിട്ടുന്നത് A-triple-wow. താങ്ക് യു സാർ. അടിയൊരു ജുവൽ പൂക്കുറ്റി. Congratulations, you are awarded A-triple-wow. Wow. 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 താങ്ക് യു സാർ. പറക്കട്ടെ ഞാനിനി പറക്കട്ടെ ഞാനിനി ചിറകടിച്ചുയരട്ടെ പറക്കട്ടെ ഞാനിനി ചിരിക്കട്ടെ ഞാനിനി ചിരിക്കട്ടെ ഞാനിനി കരയില്ല തളരില്ല ചിരിക്കട്ടെ ഞാൻ. നേടാം ഒരു കേന്ദ്ര സർക്കാർ ജോലി. വിശ്വസിച്ച് പഠിക്കാം ലസാഗു ആപ്പിലൂടെ.